തമിഴ് സിനിമയിൽ എന്നല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും വലിയ നഷ്ടമുണ്ടാക്കിയ സിനിമയായിരുന്നു കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ സൂപ്പർ താരം സൂര്യയെ നായകനാക്കി ശിവ സംവിധാനം ചെയ്ത കങ്കുവ. ഈ സിനിമ സൂര്യയുടെ കരിയറിലെ ഏറ്റവും മോശം സിനിമകളിൽ ഒന്നായി മാറി. വൻ ഹൈപ്പിൽ നാടാകെയുള്ള പ്രൊമോഷനിലെത്തിയ സിനിമ ആദ്യ ഷോ അവസാനിപ്പിച്ചപ്പോഴേക്കും മോശം പ്രതികരണം സ്വന്തമാക്കി. സ്റ്റുഡിയോ ഗ്രീൻ പിക്ചേഴ്സിന്റെ ബാനറിൽ ജ്ഞാനവേൽ രാജയാണ് ഈ സിനിമ നിർമ്മിച്ചത്. 220 കോടി ബജറ്റിലെത്തിയ സിനിമ ബോക്സ് ഓഫീസിൽ 130 കോടി മാത്രമായിരുന്നു സ്വന്തമാക്കിയത്. നഷ്ടം നികത്താൻ സൂര്യയും സ്റ്റുഡിയോ ഗ്രീനും വീണ്ടും ഒന്നിക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഫഹദ് ഫാസിൽ നായകനായ ആവേശം എന്ന മലയാള സിനിമയുടെ സംവിധായകൻ മലയാളിയായ ജിത്തു മാധവൻ ഒരുക്കുന്ന സിനിമയിലൂടെയാണ് ഇരുവരും വീണ്ടും ഒന്നിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. സിനിമയുടെ സ്ക്രിപ്റ്റ് അവസാന ഘട്ടത്തിലാണെന്നും അധികം വൈകാതെ ഒഫീഷ്യലായി സിനിമ പ്രഖ്യാപിക്കുമെന്നുമാണ് അറിയാൻ കഴിയുന്നത്. അടുത്ത വർഷം പകുതിയോടെയാകും സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുക. ആവേശം എന്ന മൂവിക്ക് ശേഷം ജിത്തു മാധവന്റെ അടുത്ത പ്രൊജക്ടിനെ കുറിച്ച് പല റൂമറുകളും ഉണ്ടായിരുന്നെങ്കിലും അതിൽ പിന്നീട് അപ്ഡേറ്റുകളൊന്നും വന്നിരുന്നില്ല. ഗോകുലം മൂവീസിന്റെ ബാനറിൽ മോഹൻലാലിനെ നായകനാക്കി ഒരു മൂവി ജിത്തു മാധവൻ സംവിധാനം ചെയ്യുന്നുണ്ട് എന്ന് കേട്ടിരുന്നു. എന്നാൽ പിന്നീട് ആ പ്രൊജക്ടിനെ കുറിച്ച് മറ്റ് റിപ്പോർട്ടുകളൊന്നും വന്നില്ല. ഫഹദ് ഫാസിലൊത്തുള്ള ഒരു സിനിമയും ജിത്തുവിന്റെ ലൈനപ്പിൽ ഉണ്ടായിരുന്നു. എന്നാൽ മറ്റു ചിത്രങ്ങളുടെ തിരക്ക് അവസാനിക്കാത്തതിനാൽ ഫഹദ് ജിത്തു പ്രൊജക്ടും വൈകുകയായിരുന്നു. പിന്നാലെയാണ് സൂര്യയുമായുള്ള പ്രൊജക്ടിനെ കുറിച്ച് അഭിമുഖങ്ങൾ ശക്തമായത്. നിലവിൽ ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കാത്ത സൂര്യയ്ക്ക് ശക്തമായ തിരിച്ചുവരവ് അനിവാര്യമാണ്. സൂര്യയെ നായകനാക്കി RJ ബാലാജി സംവിധാനം ചെയ്യുന്ന സൂര്യ 45 അവസാനഘട്ട ചിത്രീകരണത്തിലാണ്. മാക്സ് ആക്ഷൻ ജോണറിൽ ഒരുങ്ങുന്ന സിനിമ ഈ വർഷം ഡിസംബറിൽ തിയേറ്ററിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വെങ്കി അഡ്ലൂരി സംവിധാനം ചെയ്യുന്ന സൂര്യ 46ന്റെ ഷൂട്ട് അടുത്തിടെ ആരംഭിച്ചിരുന്നു. മലയാളി താരം അമിത ബൈജു ആണ് ഈ സിനിമയിലെ നായിക.